എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 45-ലെ ആദ്യത്തെ 3 ചോദ്യങ്ങളാണ് ചെയ്തത് അല്ലേ? അപ്പോൾ എല്ലാവരും അത് ചെയ്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഓക്കെ, ചെയ്ത് തന്നെ പഠിക്കണം. ഇനി നമുക്കതിലെ 4ാമത്തെ ചോദ്യം നോക്കാം. എന്താണ് ചോദ്യം? ദി ഇന്നർ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് എ ടാങ്ക് ആർ 80 സെന്റിമീറ്റേഴ്സ്, 60 സെന്റിമീറ്റേഴ്സ് ആൻഡ് 50 സെന്റിമീറ്റേഴ്സ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു ടാങ്കിന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ നീളവും വീതിയും ഉയരവും നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ 15 സെന്റിമീറ്റർ ഹൈറ്റ്. അതിലിപ്പോ കുറച്ച് 15 സെന്റിമീറ്റർ ഹൈറ്റിൽ വെള്ളമുണ്ട്. ഹൗ മച്ച് മോർ വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ഇറ്റ്. അപ്പോൾ ആ ടാങ്കിന് നിറയ്ക്കാൻ എത്ര വെള്ളം വേണ്ടി വരും? മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ മുമ്പ് കഴിഞ്ഞ ക്ലാസ് ചെയ്ത പോലെയല്ല, ചോദ്യം ചെറുതായിട്ടൊന്നും കൂടി മാറി. അപ്പൊ ഒരു ടാങ്ക് അല്ലെ, ടാങ്കിൽ വ്യത്യാസമൊന്നുമില്ല, ടാങ്ക് തന്നെ. ഓക്കെ, ഇതാണ് നമ്മുടെ ടാങ്ക്. ഓക്കെ, ഇതിന്റെ നീളം 80 അല്ലെ, 80 സെന്റിമീറ്റർ. ഇതിന്റെ വീതി എത്രയാണ്? 60 അല്ലെ, 60 സെന്റിമീറ്റർ. ഇതിന്റെ ഹൈറ്റ് വന്നിട്ടുണ്ട് 50 സെന്റിമീറ്റർ. അപ്പൊ നീളം അറിയാം, വീതി അറിയാം, ഹൈറ്റ് അറിയാം. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിലിപ്പോൾ ഇറ്റ് കണ്ടെയ്ൻസ് വാട്ടർ 50 സെന്റിമീറ്റർ ഹൈ അല്ലെ. ഇതിലിപ്പോ കുറച്ച് വെള്ളമുണ്ട്, ഓൾറെഡി വെള്ളമുണ്ട്. അതായത് ഒരു 15 സെന്റിമീറ്റർ ഹൈറ്റിൽ ഇപ്പൊ ഇതിൽ വെള്ളമുണ്ട്. അതായത് ഇത്ര വെള്ളപ്പുണ്ട്. അപ്പൊ ടാങ്കിൽ കുറച്ച് വെള്ളമുണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ ഇതെത്രയാണ്? 15 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഈ വെള്ളം. അപ്പൊ ഇത്ര ഹൈറ്റ് 15 സെന്റിമീറ്റർ. ഇനി എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? ഈ ടാങ്ക് ഫുള്ള് വെള്ളം നിറക്കണം. അങ്ങനെയാണെങ്കിൽ എത്ര വെള്ളം കൂടി ഇതിന് വേണ്ടി വരും? ഇതാണ് ചോദ്യം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് എന്താ വേണ്ടത്? ഇതിൽ ഇനി ബാക്കിയുള്ള ഇത്രയും സ്ഥലത്ത് എത്ര അല്ലെ, ഇത്രയും ഉള്ളില് ഫുള്ള് വേണ്ട, കുറച്ച് ഇത്ര ഭാഗത്ത് വെള്ളമുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ ബാക്കിയുള്ള സ്ഥലത്ത് എത്ര വെള്ളം കൊള്ളും, അല്ലെങ്കിൽ എത്ര വെള്ളം വേണ്ടി വരും എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നാം എന്ത് ചെയ്യണം? നമുക്കറിയാം വെള്ളം എത്ര വേണ്ടി വരും എന്ന് പറഞ്ഞാൽ അതിന്റെ അതിന്റെ വോളിയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. അപ്പൊ ഇത്രയും ഭാഗത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ അതിന് നമുക്ക് നോക്കിയേ, ഇവിടെ നീളം അല്ലെ, നീളം അറിയാം, വീതി അറിയാം. നീളം വീതിക്കൊരു വ്യത്യാസമില്ല അല്ലെ. ഈ പാത്രത്തിന്റെ നീളം വീതി സെയിം തന്നെയാണ്. പക്ഷെ നമുക്ക് ഇനി ഇത് വേണം, ഹൈറ്റ് കിട്ടണം അല്ലെ, ഹൈറ്റ് കിട്ടണം. അപ്പൊ നമ്മൾ ഹൈറ്റ് ഏതെടുക്കും? അപ്പൊ ഇതിന്റെ മൊത്തം ഹൈറ്റ് എത്രയാണ്? 50 ആണ് അല്ലെ. അപ്പൊ 50 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് 3 കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ ഇതിൽ കൊള്ളുന്ന മൊത്തം വെള്ളത്തിന്റെ അളവ് നമുക്ക് കിട്ടാം. അത് വേണം നമുക്ക്? അത് വേണ്ട, നമുക്ക് എത്ര മതി? ഇത്രയും ഭാഗത്ത് അല്ലെ, ഈ ഭാഗത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവാണ് നമുക്ക് വേണ്ടത്. ഇത്രയും ഭാഗത്ത് കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് മതി. അപ്പൊ അത് കിട്ടാൻ നമുക്ക് എന്ത് ചെയ്യണം? ഇതാണ് അതിന്റെ ഹൈറ്റ് അല്ലെ, ഇതാണ് അതിന്റെ ഉയരം. അപ്പൊ നീളം ഇത് തന്നെ, വീതിയും ഇത് തന്നെ, പക്ഷെ ഉയരം എത്രയാണ്? മൊത്തം ഉയരം 50, ഇത്രയും ഭാഗം 15 ആണെങ്കിൽ ഇതിന്റെ ഉയരം എത്രയായിരിക്കും? 50-ൽ നിന്ന് 50 മൈനസ് 15 അല്ലെ, ഈക്വൽ ടു 35. മനസ്സിലായില്ലേ? ഇതാണ് ഇതിലെ ഏറ്റവും വലിയ പോയിന്റ്. അപ്പൊ നമുക്ക് ഇത്ര ഉയരം മതി, ഇത്ര ഉയരത്തിലെ വെള്ളമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ എച്ച് എന്ന് പറഞ്ഞ് ഈ എച്ച് എടുക്കരുത് അല്ലെ. ഈ എച്ച് എന്ന് പറഞ്ഞാൽ മുഴുവൻ എച്ച് ആയി, മുഴുവൻ ഹൈറ്റ്. നമുക്ക് ഇത്രയും ഭാഗത്തെ വെള്ളത്തിന്റെ അളവാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഉയരം എത്രയാണ്? മൊത്തം 50 ആണ് അല്ലെ. അപ്പൊ 50-ൽ നിന്ന് നമ്മൾ ഈ ഹൈറ്റ് 15 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 35 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? 80 × 60 നീളം × വീതി × ഹൈറ്റ് എത്ര എടുക്കണം? 35 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടി. അപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ ലെങ്ത് എത്രയാണ്? 80 സെന്റിമീറ്റർ. ഓക്കെ, ഇനി വിഡ്ത്ത് ബ്രെഡ്ത്ത് അല്ലെ, ബ്രെഡ്ത്ത് എത്രയാണ്? 60 സെന്റിമീറ്റർ. അതും ഓക്കെ. ഇനി ഹൈറ്റ്, മൊത്തം ഹൈറ്റ് 50 അല്ലെ, പാത്രത്തിന്റെ മൊത്തം ഹൈറ്റ് 50. പക്ഷെ നമുക്ക് വേണ്ട ഹൈറ്റ് എത്ര മതി? ഈ 50-ൽ നിന്ന് മൊത്തം 50-ൽ നിന്ന് 15 കുറച്ചിട്ട് ബാക്കിയുള്ള അല്ലെ, ഇത്ര ഹൈറ്റ് കിട്ടിയാൽ മതി നമുക്ക് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ഹൈറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 15 അല്ലെ. 15 കുറച്ചു, അപ്പൊ നമുക്ക് എത്ര കിട്ടി? 35. ഇതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട വലിയൊരു പോയിന്റ്. നമുക്ക് ഇത് 3 ഗുണിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇത്രയും ഭാഗത്തെ വെള്ളം കിട്ടൂലേ ഇല്ലേ, അതിന്റെ വോളിയം കിട്ടും അല്ലെ. അപ്പൊ നമുക്ക് എഴുതാം വോളിയം ഈക്വൽ ടു L × B × H ഈക്വൽ ടു L എത്രയാണ്? 80 × 60 × 35. ശ്രദ്ധിക്കുക, 35. അപ്പോൾ നമുക്ക് എത്ര കിട്ടും നോക്കിയേ?
ആദ്യം 8 × 6 6 × 8 48 അല്ലേ, 48, പിന്നെ 2 0, അത് ആദ്യം ഇട്ടു. അപ്പോൾ ഇവർ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞു, ഇൻറ്റു 35. ഇനി നമ്മൾ 35 കൊണ്ട് ഗുണിക്കണം. എന്താ ചെയ്യുക, 0 തൽക്കാലം ഒഴിവാക്കിയിട്ട് 48 × 35 ഒന്ന് ഗുണിച്ചു നോക്കാം. 48 വേഗം കൊണ്ട് ഗുണിക്കുക, തെറ്റരുത്. 35 എത്ര വരും? 8 × 5 40, ബാക്കി 4 24 24 24 2 12 2 14. അപ്പോൾ എത്ര കിട്ടി? 0 8 6 1. അപ്പോൾ നമുക്ക് 1650 കിട്ടി. പിന്നെ എന്തുണ്ട് ഇവിടെ? 2 0 ഉണ്ട് അല്ലേ, 2 0 കൊണ്ട് നമുക്ക് ഗുണിച്ചിട്ടില്ല. അപ്പോൾ 2 0 കൊണ്ട് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത്ര നമ്മൾ സെന്റിമീറ്റർ ആയതുകൊണ്ട് നമ്മുടെ ആൻസർ എന്തായിരിക്കും? ക്യൂബിക് സെന്റിമീറ്റർ. ഇത്രയും ക്യൂബിക് സെന്റിമീറ്റർ ആണ് ഈ ഇത്രയും ഭാഗത്തിന്, ഈ കാലിയായി കിടക്കുന്ന ഭാഗത്തിന്റെ വോളിയം. അതായത് വെള്ളം, അത്ര വെള്ളം വേണം. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ട് എന്താണ്? എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ്. എത്ര ലിറ്റർ അല്ലേ. അപ്പൊ നമുക്ക് ഇതിന് ലിറ്ററിലേക്ക് മാറ്റണ്ടേ? അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം? നമ്മൾ നേരത്തെ ചെയ്തതാണ് അല്ലേ. അതായത് നമുക്കറിയാം 1000 ക്യൂബിക് സെന്റിമീറ്റർ ആണ് 1 ലിറ്റർ അല്ലേ, ഇത് നമുക്കറിയാം. അങ്ങനെയാണ് 2000 ആണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തു. 2000 ആണെങ്കിൽ എന്ത് വരും? 2000 ക്യൂബിക് സെന്റിമീറ്റർ ആണെങ്കിൽ എത്ര ലിറ്റർ വരും? 2 ലിറ്റർ അല്ലേ, 2 ലിറ്റർ. അതായത് നമ്മൾ ഈ 1000 ഈ 3 പൂജ്യത്തിന് ഒഴിവാക്കി കൊടുത്താൽ മതി അല്ലേ. 3 പൂജ്യങ്ങൾ ഒഴിവാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ലിറ്ററുകൾ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ എന്ത് വരും? ഈ 3 പൂജ്യത്തിന് അങ്ങോട്ട് ഒഴിവാക്കിക്കോ, ബാക്കി എന്ത് വരും? 168 ലിറ്റർ. അപ്പൊ ഇവിടെ എന്ത് എഴുതണം? വാട്ടർ ഇങ്ങനെ എഴുതി വെക്കുക. വാട്ടർ നീഡഡ് ടു ഫിൽ ദി ടാങ്ക്. വാട്ടർ നീഡഡ് ടു ഫിൽ ദി ടാങ്ക് ഈസ് ഈക്വൽ ടു 168 ലിറ്റർ. മലയാളത്തിൽ എന്താ എഴുതണം? ടാങ്ക് നിറക്കാൻ ആവശ്യമായ വെള്ളത്തിന്റെ അളവ് 168 ലിറ്റർ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ നല്ല ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മൾ സ്വയം ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കാരണം നമുക്ക് ഇനി അടുത്ത ക്ലാസ്സുകൾ, അതായത് 8ലും 9ലും ഇതിനേക്കാൾ വലിയ ചോദ്യങ്ങൾ ഇതേ രൂപത്തിൽ വരും അല്ലെ. അപ്പൊ അതൊക്കെ നമുക്ക് ചെയ്യാൻ വളരെ ഈസി ആവണമെങ്കിൽ എന്ത് വേണം? ഇപ്പോഴേ തന്നെ ഇതൊക്കെ നല്ല വണ്ണം പഠിച്ചു പോകണം. അപ്പൊ എല്ലാവരും സെറ്റാണല്ലോ. ഓക്കെ, ഇനി നമുക്ക് 5ാമത്തെ ചോദ്യം ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമ്മുടെ 5ാമത്തെ ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ, ദി പഞ്ചായത്ത് ഡിസൈഡഡ് ടു മേക്ക് എ റെക്ടാങ്കുലർ പോണ്ട്. അതായത് ഒരു പഞ്ചായത്ത് ഒരു കുളം അല്ലെ, ഒരു കുളം ചതുരാകൃതിയിലുള്ള ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ദി ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഡെപ്ത് വേർ ഡിസൈഡഡ് ടു 20 മീറ്റർ, 15 മീറ്റർ ആൻഡ് 2 മീറ്റർ. അതിന്റെ നീളവും വീതിയും ഉയരമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ചോദ്യം? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദിസ് പോണ്ട് ടു എ ഹൈറ്റ് ഓഫ് 1.5 മീറ്റർ. അതായത് ഈ പോണ്ടിൽ, ഈ കുളത്തിൽ എന്തുണ്ടാക്കണം? 1.5 മീറ്റർ ഹൈറ്റിൽ വെള്ളം നിറക്കാൻ എത്ര വെള്ളം വേണ്ടി വരും? അപ്പൊ ചോദ്യം നല്ല വണ്ണം ശ്രദ്ധിച്ച് വായിക്കാം. അപ്പൊ നമുക്ക് നോക്കിയാൽ, ഒരു റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള ഒരു പോണ്ട് നമ്മുടെ പഞ്ചായത്ത് ഉണ്ടാക്കുന്നു. ഓക്കെ, നല്ല കാര്യം. ഇനി ഇതിന്റെ നീളവും വീതിയും ഹൈറ്റും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. നീളം എത്രയാണ്? 20. ഇത് 20 മീറ്റർ. വീതി 15 മീറ്റർ. പിന്നെ ഹൈറ്റോ 2 മീറ്റർ. അപ്പൊ ഈ അളവിലുള്ള ഒരു കുളമാണ് പഞ്ചായത്ത് ഉണ്ടാക്കുന്നത്. ചതുരാകൃതിയിലുള്ള ഒരു കുളം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. ഇനി എന്താണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്? ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഈസ് നീഡഡ് ടു ഫിൽ ദിസ് പോണ്ട് ടു എ ഹൈറ്റ് ഓഫ് 1.5 മീറ്റർ. അതായത് 1.5 മീറ്റർ ഉയരത്തിൽ ഇതിൽ ഇപ്പൊ തൽക്കാലം മുഴുവൻ വെള്ളം നിറക്കണില്ല പഞ്ചായത്തിൽ കാശ് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്? പഞ്ചായത്ത് ഇപ്പൊ 1.5 മീറ്റർ ഹൈറ്റിൽ ഉയരത്തിൽ വെള്ളം നിറക്കണം അല്ലെ. അപ്പൊ അതിന് എത്ര വെള്ളം വേണ്ടി വരും എന്നാണ് ചോദ്യം. അപ്പൊ ഇവിടെ മൊത്തം 2 മീറ്റർ ഉണ്ട് ഇതിന്റെ ഹൈറ്റ്. പക്ഷെ ഇപ്പൊ പഞ്ചായത്ത് എന്ത് ചെയ്യണുള്ളൂ? 1.5 മീറ്റർ ഹൈറ്റിലാണ് ഇപ്പൊ പഞ്ചായത്ത് വെള്ളം നിറക്കണുള്ളൂ കുളത്തില്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പൊ മുഴുവൻ ഹൈറ്റിലും വെള്ളം നിറക്കണില്ല. പഞ്ചായത്ത് 1.5 മീറ്റർ ഉയരത്തിലാണ് ഇപ്പോൾ ഈ വെള്ളം നിറക്കുന്നത്. ഇത്രയും ഉയരത്തിൽ വെള്ളം നിറക്കാൻ എത്ര വെള്ളം വേണ്ടി വരും എന്നാണ് ചോദ്യം. മനസ്സിലായില്ലേ? അപ്പൊ നാം എന്ത് കണ്ടാൽ മതി? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് നീളം അറിയാം, വീതി അറിയാം അല്ലെ. ഉയരം, മൊത്തം ടാങ്കിന്റെ ഉയരം 2ആണ്. പക്ഷെ നമുക്ക് 2 ആവശ്യമുണ്ടോ? ആവശ്യമില്ല. നമുക്ക് എത്ര വെള്ളം നിറക്കണുള്ളൂ? പഞ്ചായത്ത് ആകെ 1.5 മീറ്റർ ഹൈറ്റിലെ വെള്ളം നിറക്കണുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ഉയരം എത്രയാണ്? 1.5 മീറ്റർ. മനസ്സിലായില്ലേ? അപ്പൊ 1.5 മീറ്റർ ആണ് നമ്മുടെ ഉയരം. ഇതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നീളം അറിയാം, വീതി അറിയാം, ഉയരം 1.5 മീറ്റർ. അപ്പൊ നമുക്കിവിടെ ലെങ്ത് എത്രയാണ്? 20 മീറ്റർ. അപ്പൊ യൂണിറ്റ് ഇത് നോക്കാം, മീറ്ററിലാണ് തന്നിട്ടുള്ളത്.
ബ്രെഡ്ത്ത് 15 മീറ്റർ. ഇനി ഹൈറ്റാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, 2 മീറ്റർ അല്ല 1.5 മീറ്റർ. അപ്പൊ നമുക്കിവിടെ 1.5 അല്ലെ, ഇങ്ങനെ ഒരു മിശ്രഭിന്നം, അതായത് മിക്സഡ് ഫ്രാക്ഷൻ കാണുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമുക്കൊരു പണി ഇതിനെ മാറ്റി എഴുതാം. അങ്ങനെ നമ്മൾ ഇതിനെ മാറ്റി എഴുതാം. ഇപ്പൊ 1.5നെ 1/2 അല്ലെ, ഇത് നമ്മൾ എങ്ങനെ മാറ്റാം? നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഇത് തമ്മിൽ ഗുണിക്കും അല്ലെ, ഈ രണ്ടും തമ്മിൽ ഗുണിക്കും. പിന്നെ എന്ത് കിട്ടും? ആ ഉത്തരത്തിന്റെ കൂടെ ഈ മുകളിലുള്ളത് അങ്ങോട്ട് കൂട്ടും അല്ലെ. അതായത് നോക്കിയാൽ ഇത് തമ്മിൽ ഗുണിച്ച 2 × 1 2. ഇപ്പോൾ ഒരു 2 കിട്ടി. ഇനി അതിന്റെ കൂടെ 1 കൂട്ടിക്കഴിഞ്ഞാൽ 2ഉം 1ഉം 3. അപ്പൊ 3 അടിയിലുള്ളത് ഏതാണ്? 2. അത് അതേപോലെ എഴുതും അല്ലെ. ഇങ്ങനെയാണ് നമ്മൾ മാറ്റുക. നമുക്കിതിനെ ഇതേപോലെ മാറ്റി എഴുതാം. എന്തെന്ന് എഴുതാം? 3/2 എന്ന് എഴുതാം. മാറ്റൽ മനസ്സിലായില്ലേ? ഇത് തമ്മിൽ ഗുണിച്ച് 1 × 2 2, അതിന്റെ കൂടെ ഇത് കൂട്ടണം. അപ്പൊ 2ഉം 1ഉം 3. അപ്പൊ നമുക്ക് 3/2 മീറ്റർ എന്ന് എഴുതാം. അപ്പൊ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് വോളിയം കാണാലോ അല്ലെ. കപ്പാസിറ്റി, വോളിയം അതായത് വ്യാപ്തം എന്ന് പറഞ്ഞാൽ എത്ര വരും? L × B × H = L എത്രയാണ്? 20 × 15 × H. H ശ്രദ്ധിക്കുക, എത്രയാണ്? 3/2. ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 അല്ലെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒന്നുകിൽ 20ഉം 15ഉം 3ഉം കൂടി ഗുണിച്ചിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഡിവൈഡ് ചെയ്ത് കളയാം. മനസ്സിലായില്ലേ? ഇപ്പൊ നമുക്ക് നോക്കി ഇപ്പൊ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഇവിടെ 20 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ ഡിവൈഡ് ചെയ്ത് കളയാം. അപ്പൊ 2നെ വെട്ടി 20ൽ എത്ര 2 ഉണ്ട്? 10 2 അല്ലെ, 10. ഇങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ഇപ്പൊ പറ്റുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പൊ തമ്മിൽ ഗുണിച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 × 15 × 3 അല്ലെ. അപ്പൊ 10 അവിടെ നിൽക്കട്ടെ. 15 × 3 എത്രയാണ്? 15 × 3 എന്ന് പറഞ്ഞാൽ 45. 45 ഇനി 10 കൊണ്ട് ഗുണിക്കുമ്പോൾ ഒരു 0 ചേർത്തു അല്ലെ. അപ്പൊ നമുക്ക് 450. അപ്പൊ അതിന്റെ യൂണിറ്റ് എന്താണ്? എല്ലാം മീറ്റർ ആയതുകൊണ്ട് നമുക്ക് ക്യൂബിക് മീറ്റർ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 450 ക്യൂബിക് മീറ്റർ വെള്ളം വേണം ഈ 1.5 മീറ്റർ ഹൈറ്റിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ. പക്ഷെ നമ്മളോട് ചോദിച്ചിട്ട് എന്താണ്? എത്ര ലിറ്റർ വെള്ളം വേണമെന്നാണ് അല്ലെ. അപ്പോൾ 450 ക്യൂബിക് മീറ്ററെ നമുക്ക് എന്താക്കണം? ലിറ്ററിലാക്കണം അല്ലെ. അപ്പൊ അതെങ്ങനെയാണ് മാറ്റാം? അതായത് 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാല് എത്രയാണ്? 1000 ലിറ്റർ ആണ്. മറക്കരുത്, 1 ക്യൂബിക് മീറ്റർ എന്ന് പറയുന്നത് 1000 ലിറ്റർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ചോദ്യത്തിൽ ക്യൂബിക് സെന്റിമീറ്ററിനെ ലിറ്റർ ആക്കാനും അല്ലെ, ലിറ്ററിന്റെ ക്യൂബിക് സെന്റിമീറ്റർ ആക്കാനൊക്കെ പഠിച്ചു. ഇത് ക്യൂബിക് മീറ്റർ ആണ്. അപ്പൊ 1 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ് 1 ക്യൂബിക് മീറ്റർ. അങ്ങനെയാണെങ്കിൽ 450 ക്യൂബിക് മീറ്റർ എത്ര ഉണ്ടായിരിക്കും? ഇപ്പൊ നോക്കിയാൽ അങ്ങനെയാണെങ്കിൽ 5 ക്യൂബിക് മീറ്റർ എത്ര ലിറ്റർ ആയിരിക്കും? 5000 ലിറ്റർ അല്ലെ. അതിനെ 5 കൊണ്ട് ഗുണിക്കുന്നു, 5000 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 450 ക്യൂബിക് മീറ്റർ എത്രയായിരിക്കും? 450നെ 450 × 1000 എത്ര കിട്ടും നമുക്ക്? 450 ഇട്ടിട്ട് എത്ര 0 ഉണ്ട്? 1 2 3 0 അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അത്രയും ലിറ്റർ. മനസ്സിലായില്ലേ? അപ്പൊ 5 ക്യൂബിക് മീറ്റർ ആണെങ്കിൽ 5000 ലിറ്റർ അല്ലെ. 5 കൊണ്ട് ഗുണിച്ചു 5000 ലിറ്റർ. അപ്പൊ 450 ക്യൂബിക് മീറ്റർ എന്ന് പറഞ്ഞാല് 450നെ 1000 കൊണ്ട് ഗുണിച്ചു അല്ലെ. അപ്പൊ ഇവിടെ 5നെ 1000 കൊണ്ട് ഗുണിച്ചു. അതേപോലെ 450 നമ്മൾ 1000 കൊണ്ട് ഗുണിച്ചു. അപ്പൊ ഇത്രയും ലിറ്റർ വെള്ളം വേണം. അപ്പൊ ഇവിടെ എഴുതാം വാട്ടർ നീഡഡ് ടു ഫിൽ ദി പോണ്ട്. അങ്ങനെ എഴുതിക്കോ. വാട്ടർ നീഡഡ് ടു ഫിൽ ദി പോണ്ട് ടു എത്ര ഹൈറ്റ് ആണ്? 1.5 മീറ്റർ ഹൈറ്റ്. അപ്പൊ ഇങ്ങനെ എഴുതി വെക്കാം. വാട്ടർ നീഡഡ് ടു ഫിൽ ദി പോണ്ട് ടു 1.5 മീറ്റർ ഹൈറ്റ്. എന്നിട്ട് ഉത്തരം എഴുതാം. മനസ്സിലായല്ലോ? അതായത് മലയാളം മീഡിയക്കാർ എങ്ങനെ എഴുതണം? 1.5 മീറ്റർ ഉയരത്തിൽ നിറയ്ക്കാൻ ആവശ്യമായ വെള്ളത്തിന്റെ അളവ്. അങ്ങനെ എഴുതാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ചോദ്യം ഒന്ന് ചെയ്ത് നോക്കാം. ദി ഇന്നർ ലെങ്ത് ആൻഡ് വിഡ്ത്ത് ഓഫ് എൻ അക്വേറിയം ആർ 60 സെന്റിമീറ്റേഴ്സ് ആൻഡ് 30 സെന്റിമീറ്റേഴ്സ്. ഒരു അക്വേറിയം നമുക്കറിയാലോ. ഓക്കെ, അതിന്റെ നീളവും വീതിയും നമുക്ക് തന്നിട്ടുണ്ട് 60ഉം 30ഉം. ഇറ്റ് ഈസ് ഹാഫ് ഫിൽഡ് വിത്ത് വാട്ടർ. അതിൽ പകുതി വെള്ളമുണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ അക്വേറിയത്തിൽ ഇപ്പോ പകുതി വെള്ളമുണ്ട്. വെൻ എ സ്റ്റോൺ ഈസ് ഇമ്മേഴ്സ്ഡ് ഇൻ ഇറ്റ് ദി വാട്ടർ ലെവൽ റോസ് ബൈ 10 സെന്റിമീറ്റർ. അപ്പൊ ആ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു കല്ല് പതുക്കെ അങ്ങോട്ട് ഇട്ടപ്പോൾ എന്ത് സംഭവിച്ചു? വെള്ളം കുറച്ചും കൂടി അങ്ങോട്ട് പൊങ്ങി അല്ലെ. എത്ര പൊങ്ങി? 10 സെന്റിമീറ്റർ വെള്ളം പൊങ്ങി.
അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി വോളിയം ഓഫ് ദി സ്റ്റോൺ? ഈ സ്റ്റോണിന്റെ കല്ലിന്റെ വോളിയം എത്രയാണ്? അല്ലെ, അപ്പൊ ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്. ബുദ്ധിമുട്ടില്ല, വളരെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. പക്ഷെ കേൾക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നും അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നല്ല മനോഹരമായ ഒരു അക്വേറിയം അങ്ങോട്ട് വരയ്ക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ അക്വേറിയം. ഓക്കെ, ഇത് നമ്മുടെ അക്വേറിയം. ഇതിന്റെ നീളവും വീതിയും നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ഇവിടെ 60 സെന്റിമീറ്റർ, ഇത് 30 സെന്റിമീറ്റർ. ഇനി എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇതിൽ ഇപ്പൊ പകുതി വെള്ളമുണ്ട് അല്ലെ. അപ്പൊ പകുതി ഉയരത്തിൽ ഇപ്പോ വെള്ളമുണ്ട്. അപ്പൊ ഇത്രയും ഉയരത്തിൽ ഇപ്പോ വെള്ളമുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്തു? ഇതിലേക്ക് ഒരു കല്ല് ഇങ്ങോട്ട് ഇട്ടു അല്ലെ. അപ്പൊ ഒരു കല്ല്, ഇതൊരു കല്ല്, ഈ കല്ല് എന്ത് ചെയ്തു? ഈ കല്ല് ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? കല്ല് ഇവിടെ വീഴും അല്ലേ, അതെല്ലാവർക്കും അറിയാം. കല്ല് ഇവിടെ വീണു. അപ്പൊ പതുക്കിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇത് ഗ്ലാസ് ആണെങ്കിൽ ഇത് പൊട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ ചില കുട്ടികൾ എന്തെഴുതും? ഉത്തരത്തിൽ വേഗം തന്നെ എഴുതും, കല്ല് ഇട്ടപ്പോൾ അക്വേറിയം പൊട്ടി, വെള്ളം മുഴുവൻ പുറത്തു പോയി എന്ന് പറഞ്ഞാൽ ഉത്തരായി അല്ലേ. അപ്പൊ നമുക്കിപ്പോൾ അങ്ങനെ എഴുതാൻ പറ്റില്ല. നമ്മൾ കല്ലിട്ടപ്പോഴത്തെ കല്ല് ഇവിടെ പതുക്കെ വന്ന് വീണു, അങ്ങനെ വിചാരിക്കാം. അപ്പൊ നമുക്കറിയാം ഇതിലിപ്പോ ഒരു കല്ലിട്ട് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം പൊങ്ങും അല്ലെ. ഇപ്പൊ നമ്മൾ നോക്കിയാൽ ഇപ്പൊ നമ്മൾ ചായ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ വെള്ളം ഉണ്ട്, ഫുള്ള് വെള്ളം ഇട്ടെന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ അതിലേക്ക് വിരല് പതുക്കെ ഒന്നും ഇങ്ങനെ കടത്തി കഴിഞ്ഞാൽ കുറച്ച് വെള്ളം കൂടി പുറത്തേക്ക് പോകും അല്ലെ. അതല്ലെങ്കിൽ ഒരു ഗ്ലാസിന്റെ ഒരു 3/4 ഭാഗം വെള്ളം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ ഈ വിരലൊന്നും ഇങ്ങനെ ഇടുന്നതനുസരിച്ച് ഈ വെള്ളത്തിന്റെ ലെവൽ ഇങ്ങനെ പൊങ്ങി വരും അല്ലെ. അതായത് അതേപോലെ ഇവിടെ നോക്കി കല്ലിട്ടപ്പോൾ ഈ വെള്ളം എന്താവും? കുറച്ച് പൊങ്ങും അല്ലെ. ഈ ഹൈറ്റ് കുറച്ച് അങ്ങോട്ട് പൊങ്ങും. അപ്പൊ നമുക്ക് നോക്കിയാൽ ഈ ലെവലിൽ വെച്ച് പൊങ്ങിന്ന് വിചാരിക്കും വെള്ളം. ഈ ഹൈറ്റിൽ വെള്ളം അങ്ങോട്ട് പൊങ്ങിന്ന് വിചാരിക്കുക. ഇത് നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ലെവല്, അതും വിട്ട് ഇത്ര ഉയരത്തിൽ വെള്ളം പൊങ്ങിന്ന് വിചാരിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? അത് 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത്. അപ്പൊ ഈ അളവ് നമുക്ക് തന്നിട്ടുണ്ട് 10 സെന്റിമീറ്റർ. ശ്രദ്ധിക്കുക, ഈ പൊങ്ങിയ ഉയരാണ് നമുക്ക് തന്നിട്ടുള്ളത് 10 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ കല്ലിന്റെ വോളിയം എത്ര? കല്ലിന്റെ വോളിയാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ കല്ലിന്റെ ഷേപ്പ് നമുക്കറിയാം, അതെന്താണ്? റെക്ടാങ്കിൾ ഷേപ്പിൽ. അപ്പൊ കല്ലിന്റെ വോളിയം നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മളിപ്പോ ഒരു വസ്തു നമ്മൾ ഈ വെള്ളത്തിൽ കിട്ടുകഴിഞ്ഞാൽ അല്ലെ, വിട്ടുകഴിഞ്ഞാൽ ഈ വെള്ളം പൊങ്ങും. അപ്പൊ ഈ പൊങ്ങുന്ന വെള്ളത്തിന്റെ വോളിയം, അതായത് കല്ലിന്റെ വോളിയം എത്രയാണോ അത്രയും വോളിയം തന്നെയായിരിക്കും ഈ വെള്ളം പൊങ്ങാം. മനസ്സിലായില്ലേ? അതായത് ഈ പൊങ്ങുന്ന വെള്ളത്തിന്റെ വോളിയവും വ്യാപ്തവും ഇട്ട കല്ലിന്റെ വ്യാപ്തവും ഈക്വൽ ആയിരിക്കും. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. മനസ്സിലായല്ലോ? ഇവിടെ പൊങ്ങിയ വെള്ളത്തിന്റെ വോളിയം, ഈ പൊങ്ങിയ വെള്ളം, മനസ്സിലായില്ലേ? ഈ പൊങ്ങിയ വെള്ളത്തിന്റെ വോളിയവും ഈ ഇട്ട കല്ലിന്റെ വോളിയവും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇത് വെച്ചാണ് നാം ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? വോളിയം ഓഫ് സ്റ്റോൺ, അതായത് കല്ലിന്റെ വ്യാപ്തം ഈക്വൽ ടു എന്തിന് തുല്യമായിരിക്കും? വോളിയം ഓഫ് റൈസ്ഡ് വാട്ടർ. അതായത് ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. മനസ്സിലായി? അപ്പൊ ആദ്യം ഇത് എഴുതണം. ഇതിന്റെ വ്യാപ്തം, കല്ലിന്റെ വ്യാപ്തവും ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തവും തുല്യമായിരിക്കും. അപ്പൊ നമുക്ക് ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തം കണ്ടുപിടിക്കാറില്ലേ അല്ലെ? അത് നമുക്ക് അറിയാം അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വോളിയം ഓഫ് റൈസ്ഡ് വാട്ടർ, അതായത് ഇത് നമുക്ക് കണ്ടുപിടിക്കാറിയാം അല്ലെ. ഉയർന്ന വെള്ളത്തിന്റെ വ്യാപ്തം എത്രയായിരിക്കും? നമുക്കറിയാം, നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം അല്ലെ. L ഇൻറ്റു B ഇൻറ്റു H. അത് നമുക്കറിയാലോ, അറിയാം. L എത്രയാണ്? 60 ഇൻറ്റു B എത്രയാണ്? 30 ഇൻറ്റു H എത്രയാണ്? 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത് അല്ലെ. അത് ശ്രദ്ധിക്കുക, 10 സെന്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളം പൊങ്ങിയത്. അപ്പൊ ഇവിടെ H എത്രയാണ്? 10. നമുക്ക് എത്ര കിട്ടി? 6 ഇൻറ്റു 3 18 അല്ലെ. ആ ഇവ നമ്മൾ ഗുണിച്ചു. ഇനി എത്ര പൂജ്യം ഉണ്ട്? 1 2 3 പൂജ്യം ഉണ്ട് അല്ലെ. 3 പൂജ്യം നമ്മൾ ഇട്ട് കൊടുത്തു. അപ്പൊ ഇതാണ് വോളിയം ഓഫ് റൈസ്ഡ് വാട്ടർ. അതായത് ഈ പൊങ്ങിയ വെള്ളത്തിന്റെ വ്യാപ്തമാണ് 1800 അല്ലെ. ഇവിടെ എല്ലാം നമുക്ക് സെന്റിമീറ്റർ ആയതുകൊണ്ട് ക്യൂബിക് സെന്റിമീറ്റർ.
അപ്പൊ ഈ പൊങ്ങിയ വെള്ളത്തിന്റെ വ്യാപ്തം തന്നെയല്ലേ വോളിയം ഓഫ് സ്റ്റോൺ, കല്ലിന്റെ വ്യാപ്തം. അപ്പൊ നമുക്ക് കല്ലിന്റെ വ്യാപ്തം അപ്പൊ നമുക്ക് എഴുതാം വോളിയം ഓഫ് സ്റ്റോൺ. അതായത് കല്ലിന്റെ വ്യാപ്തം എത്ര വരും? ഇത് തന്നെ അല്ലേ, അത്രയും ക്യൂബിക് സെന്റിമീറ്റർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നമുക്കിതിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.